ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ജാമോ അച്ചാറോ എന്തോ ആയിക്കോട്ടെ, ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ മുന്നും പിന്നും നോക്കാണ്ട് കളയുന്ന സാധനമാണ് കുപ്പി. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ കുപ്പി കളയുന്നതിന് മുന്നേ നമുക്കിതൊന്ന് വീണ്ടും ഉപയോഗിച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യമല്ല. ചില ആൾക്കാർ നന്നായിട്ട് റീയൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ അതിങ്ങനെ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയുന്നതിന് മുന്നേ നമുക്കിത് അടുക്കളയിൽ മറ്റ് സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ ഈ കുപ്പി യൂസ് ചെയ്തൂടെ. പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിലൊന്ന് ചെറുതായി ഒന്ന് പെയിൻറ്റ് ചെയ്യാം. പിന്നെ ചിത്രപ്പണികളൊക്കെ ചെയ്താൽ കൂടുതൽ അട്രാക്റ്റീവ് ആവും. അത് ഏത് കുപ്പി ആയാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് കുപ്പി ആയാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുപ്പി എടുത്തതിന് ശേഷം നമ്മൾ സോപ്പ് വെള്ളത്തിൽ അതിട്ട് വെക്കണം. ഒരു കുറച്ച് നേരം 10-15 മിനിറ്റ് നേരം ഇട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റിക്കർ ഒന്ന് നടത്തിക്കളയണം. കൈ വെച്ചിട്ടല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട്. ബൗളെടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ. ഇതിന് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നീ ഒരുപാട് സവിശേഷതകളുണ്ട്. ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ നേരത്തെ സ്റ്റിക്കർ മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിലുണ്ടല്ലോ, കുപ്പി, അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് കുപ്പീൻ്റെ മുകളിൽ ആ സാധനം ഇങ്ങനെ തുടച്ച് കളയാം. പിന്നീട് ഇത് സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ പുത്തൻ പോലെയുള്ള നമ്മളെ പഴയ കുപ്പി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.